ഇഷ്ടത്തിലൂടെ എത്തി മലയാളികളുടെ ഹൃദയം കവരുകയായിരുന്നു നവ്യ നായർ. കരിയറിൽ സജീവമായി മുന്നേറിയിരുന്ന സമയത്തായിരുന്നു വിവാഹം. എത്രയും പെട്ടെന്ന് വിവാഹമെന്നായിരുന്നു ആ സമയത്തെ തീരുമാനം. പറ്റിയൊരു ആലോചന വന്നതോടെ വിവാഹിതയായി. വിവാഹശേഷം മുംബൈയിലേക്ക് ചേക്കേറുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ നവ്യ അമ്മ ജീവിതത്തിലേക്ക് കിടക്കുകയായിരുന്നു. മകൻ്റെ വരവും കൂടെ ആയപ്പോൾ അഭിനയമോ സിനിമയോ ഒന്നും മനസ്സിലില്ലായിരുന്നു. പാചകവും വീട്ടുകാര്യങ്ങളുമൊക്കെ ചെയ്തു തുടങ്ങിയത് വിവാഹശേഷമായിരുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും സംശയമായിരുന്നു തുടക്കത്തിൽ. സോഷ്യൽ മീഡിയയിൽ സജീവമല്ലായിരുന്നു അന്ന്. നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴായിരുന്നു ഡാൻസ് റിയാലിറ്റി ഷോയിൽ വിധികർത്താവായത്. ഇതോടെയായിരുന്നു ഇനി എന്നാണ് ബിഗ് സ്ക്രീനിൽ എന്ന ചോദ്യങ്ങൾ ഉയർന്നത്. ഒരുത്തി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത് സംഭവിച്ചത്. അത്രയേറെ ആഗ്രഹിച്ചിരുന്നു ഈ വരവ് എന്ന് നവ്യ പറഞ്ഞിരുന്നു. മകൻ ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെല്ലാം നവ്യയെ പിന്തുണച്ചെത്തിയിരുന്നു. സിനിമ മാത്രമല്ല, ഡാൻസിലും താരം തൻ്റേതായ സ്ഥാനം അടയാളപ്പെടുത്തുകയായിരുന്നു. മനസ്സിലെ വലിയ സ്വപ്നം മാതങ്കിയിലൂടെ സാക്ഷാത്കരിക്കുകയായിരുന്നു. അതുവരെയായി ഡാൻസ് പഠിപ്പിച്ചതുൾപ്പെടെ നിരവധി പേരായിരുന്നു നവ്യയ്ക്ക് ആശംസ അറിയിച്ചത്. വർഷത്തിൽ മാതങ്കി ഡാൻസ് ഫെസ്റ്റിവലും നവ്യ നടത്തുന്നുണ്ട്. ഗുരുനാഥന്മാരും ശിഷ്യരുമടക്കം നിരവധി പേരാണ് ഇതിനായി എത്തുന്നത്. വീടിനോട് ചേർന്ന് ഡാൻസ് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് തുടക്കത്തിൽ എതിർപ്പുകളായിരുന്നു. ശബ്ദം പ്രശ്നമാവുമെന്നായിരുന്നു ചിലരുടെ വാദം. പോലീസ് സ്റ്റേഷനും കോടതിയുമൊക്കെയായി നിയമ പോരാട്ടത്തിലൂടെയായി നവ്യ തൻ്റെ ആഗ്രഹം സഫലീകരിക്കുകയായിരുന്നു. മാതങ്കിയിലെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട്. മുൻപത്തെ പോലെയല്ല, കാഴ്ചപ്പാടുകളിലടക്കം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയതെന്നും നവ്യ പറഞ്ഞിരുന്നു. പേരൻറ്റിങ്ങിനെക്കുറിച്ചും മകൻ്റെ സപ്പോർട്ടിനെക്കുറിച്ചുമൊക്കെ താരം ആചാരയാവാറുണ്ട്. യൂട്യൂബ് ചാനലിലൂടെയായും വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഇപ്പോഴത്തെ പുതുവർഷത്തിൽ സന്തോഷകരമായ കാര്യം പങ്കിട്ടിരിക്കുകയാണ് നവ്യ. ഇതിലും മനോഹരമായി എങ്ങനെയാണ് പുതുവർഷം തുടങ്ങുക? പ്രിയപ്പെട്ടവർക്ക് പുതുവത്സരാശംസകൾ നേർന്നായിരുന്നു സന്തോഷം പങ്കുവച്ചത്. എൻ്റെ ദിവസം അർത്ഥവത്താക്കിയത് ഇവരാണ്. എൻ്റെ പെർഫോമൻസ് കാണാനും എന്നെ അനുഗ്രഹിക്കാനും സമയം കണ്ടെത്തിയതിൽ നിങ്ങളെല്ലാവരോടും നന്ദി പറയുന്നു. എൻ്റെ ഗുരു പ്രിയദർശിനി ഗോവിന്ദ് അവരുടെ ഗൈഡൻസും അനുഗ്രഹവും ശക്തമായ പിന്തുണയുമാണ് എന്നെ നയിച്ചത്. അതില്ലായിരുന്നുവെങ്കിൽ ഇത് സാധ്യമാവില്ലായിരുന്നു. പാർവതി ചേച്ചിയും വിനീതേട്ടനും രാജേഷ് വൈദ്യ സാറും സുഖുവേട്ടനും അനുമോളും ഷിജിത് സാറും എല്ലാം വന്നതിൽ ഒരുപാട് സന്തോഷം. തിരക്കുകളെല്ലാം മാറ്റിവെച്ചാണ് അവരെല്ലാം എനിക്ക് വേണ്ടി ഓടിയെത്തിയത് എന്ന് നവ്യ കുറിച്ചിരുന്നു. ചിത്രങ്ങളിലില്ലെങ്കിലും മനസ്സുകൊണ്ട് എന്നും എന്നെ അനുഗ്രഹിക്കുന്നവരാണ് മേതിൽ ദേവിക ചേച്ചിയും ഗോപിക വർമ്മ മാഡവും. അവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു എന്നാണ് നവ്യ പറഞ്ഞത്.